അങ്ങനെ ഞങ്ങൾ തായ് ഭാഷയല്ലാതെ മറ്റൊന്നും അറിയാത്ത ഒരു ഡ്രൈവറോടൊപ്പം പട്ടായയിലേക്കുള്ള യാത്രയിലാണ്. ഗൂഗിൾ ട്രാൻസ്ലേറ്ററൊക്കെ വെച്ച് ഒരുവിധം ഒപ്പിച്ചാണ് പുള്ളിക്കാരനോട് സംസാരിക്കുന്നത്. ഇടയ്ക്ക് വെച്ച് വഴിയിൽ ഒരു ഫേമസ് സൂയിൽ കയറി. ഈ സൂവിൻ്റെ പേര് ഞാൻ വായിച്ചത് ഖാവോ ഖിയോ സൂ എന്നാണ്. ഇനി അവരുടെ ഭാഷയിൽ എന്താണെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ടിക്കറ്റൊക്കെ മേടിച്ച് അകത്തേക്ക് കയറി. ഇതിനുള്ളിൽ വണ്ടി സർവീസ് ഉള്ളതിനാൽ അധികം നടക്കേണ്ടി വന്നില്ല. ആശ്വാസം. ഒരിടത്ത് എത്തിയപ്പോൾ ഞങ്ങളെ ഇറക്കി. അകത്തോട്ട് കയറി ചെന്നപ്പോൾ അതാ പെൻഗ്വിൻ. ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഈ സാധനത്തെ കാണുന്നത്. കുറച്ച് നേരം കൗതുകത്തോടെ അതിൻ്റെ കളിയൊക്കെ നോക്കി നിന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി. അടുത്ത് കണ്ട ക്യാൻറ്റീനിൽ കയറി കുറച്ച് സ്നാക്സൊക്കെ കഴിച്ചു. ഒരു കോട്ടൺ ക്യാൻഡിയും വാങ്ങി. ഇതിവിടുത്തെ ഒരു ദൈവമാണ് കേട്ടോ. ആൾക്കാരൊക്കെ വന്ന് തൊഴുവുന്നത് കണ്ടു. പിന്നെ ഞങ്ങൾ നടന്നാണ് കാഴ്ചകളൊക്കെ കണ്ടത്. ആനകളെ കാണാൻ ഭയങ്കര തിരക്ക്. ഞാൻ നോക്കിയപ്പോൾ ആളുകൾ കാശ് കൊടുത്ത് പുല്ലൊക്കെ വാങ്ങി കൊടുക്കുന്നു. എല്ലാം പിടിയാനകൾ. ഒരു കൊമ്പനെ പോലും അവിടെ കാണാനില്ല. ഏതോ ഒരു ജീവി കിടന്ന് നല്ല ഉറക്കം. അവിടുന്ന് നേരെ പക്ഷികളുടെ സെക്ഷനിലേക്ക് പോയി. വലിയ രസമൊന്നും തോന്നിയില്ല. പെട്ടെന്ന് ഇറങ്ങി. വീണ്ടും വണ്ടിയിൽ കയറി കറങ്ങാൻ തുടങ്ങി. ഇതിനുള്ളിൽ കുളങ്ങളൊക്കെ ഉണ്ട്. ചിമ്പാൻസികളൊക്കെ കളിക്കുന്നത് കാണാൻ നല്ല രസം. ഈ കാണുന്ന ടോയ് ട്രെയിനൊക്കെ ആൾക്കാർക്ക് സൂവിനുള്ളിൽ കറങ്ങാൻ വേണ്ടിയുള്ളതാണ്. അങ്ങനെ ഈ മാനോടും ടാറ്റ പറഞ്ഞ് പുറത്തേക്ക്. യാത്രയൊക്കെ ചെയ്ത് ക്ഷീണിച്ചതിനാൽ കറക്കമൊക്കെ നിർത്തി നേരെ ഹോട്ടലിലേക്ക് പോവുകയാണ്. കുറച്ച് നേരം വിശ്രമിച്ചിട്ട് രാത്രി പട്ടായ വാക്കിംഗ് സ്ട്രീറ്റിൽ പോകാനാണ് പ്ലാൻ. അപ്പം ബാക്കി വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിൽ.